ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 9/8/2024 24,364 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,320 എന്ന ലെവലിലാണ്. അതായത് 44 പോയിന്റിന്റെ മൈനസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. എന്നാൽ ഓപ്പൺ ആയ ഉടനെ തന്നെ നിഫ്റ്റി ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴും ഡയറക്ഷൻ നൽകുന്ന പക്ഷം ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ. എന്നാൽ അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെയായിരുന്നു. അത് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന മൂവിൽ ഫർദർ ഡൗൺ തന്നെ മൂവ് ചെയ്യും എന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത് ഈ ലെവലിൽ ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിന് വെയിറ്റ് ചെയ്തു. അത് പുതിയ ഉയരം തരാതെ ഡേയ്സ് ഹൈക്ക് മുകളിൽ കടക്കാതെ വീണ്ടും സെല്ലിംഗ് തന്നെ കാണിക്കുന്നു. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. 24,323.7 എന്ന ലെവല് ആയിരുന്നു ആദ്യം ഓപ്പൺ ചെയ്ത് കിട്ടിയ ചെറിയ ഹൈ. എന്നാൽ പിന്നീട് കിട്ടിയത് 22.55 എന്ന ലെവൽ വരെ മാത്രമായിരുന്നു. അതിനുശേഷം വീണ്ടും സെല്ലിംഗ് കാണുമ്പോൾ ഈ ഏരിയയിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഡേയ്സ് ലോ, അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ് ആദ്യത്തെ ടാർഗറ്റ്. എന്നാൽ അതിന് താഴോട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണാം. തൊട്ട് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യാതെ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റിൽ പ്രൈസ് തിരിയുന്നത് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ റെസിസ്റ്റൻസ് ലെവലാണ്. എന്നാൽ ആ ലെവലിൽ എത്തിയതിനു ശേഷം വീണ്ടും പ്രൈസ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എൻ്റർ ചെയ്യാം. ഈ ലെവലിൽ നിന്ന് എൻ്റർ ചെയ്യാവുന്നതാണ്. കൃത്യമായി ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുന്ന ആൾക്ക് ഈ ലെവലിലോട്ട് ഒരു ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അവിടെ നിന്നും എന്താണ് ഇൻഡിക്കേഷൻ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇതേ ലെവലിൽ നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴെങ്കിലും എൻട്രി എടുത്തിരുന്നെങ്കിൽ ഈ ലെവലും ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ കഴിയും. തുടർന്ന് അങ്ങോട്ടേക്ക് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായ ഈ ലെവൽ 24,350 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് അവിടെയും പ്രൈസ് ഹോൾഡ് ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ഉയരവും കടന്ന് പ്രൈസ് അപ്പ് മൂവ് ചെയ്തുവെങ്കിലും അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് ജനറേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾക്ക് ക്യാൻഡിൽ പാറ്റേണുകളെ വായിക്കാൻ അറിയുന്നവർക്ക് കൃത്യമായും ഈ ലെവലുകളെല്ലാം ട്രേഡബിൾ ആണ് എന്ന് മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇത്രയും ശക്തമായ ഒരു അപ്പ് മൂവ് തന്നതുകൊണ്ട് വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ എന്ന് പ്രതീക്ഷിച്ച് ഈ ഏരിയയിൽ നിന്ന് പ്രൈസ് ആക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമെന്ന് കരുതിയ ഏതൊരാൾക്കും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഈ ലെവലിന് ഒരു എൻട്രി കൊടുത്തുകൊണ്ട് ഈ ലെവൽ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ആയി പരീക്ഷിക്കാവുന്നതായിരുന്നു. എന്നാൽ പുതിയ ടാർഗറ്റ് തരാതെ പ്രൈസ് ഡിക്ലൈൻ ചെയ്യുന്നത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഏരിയയിൽ നിന്നും വീണ്ടും ഒരു സെല്ല് ജനറേറ്റ് ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി പ്രതീക്ഷിച്ചവർക്ക് കൃത്യമായ സപ്പോർട്ട് സോണിലൊക്കെ ഒരു ടാർഗറ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഈ തരത്തിൽ വളരെ വ്യക്തമായി അനലൈസ് ചെയ്ത് ടാർഗറ്റിനകത്ത് ഷാഠ്യം പിടിക്കാതെ കൃത്യമായ ഒരു ടാർഗറ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ നിശ്ചിത പെർസെൻറ്റേജ് ടാർഗറ്റ് എന്ന ലെവലിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് മാർക്കറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രേഡിംഗ് ചാൻസുകൾ തന്നിട്ടുണ്ട്. ഒട്ടനവധി പേർ ഇത്തരത്തിൽ പ്രോഫിറ്റ് നേടിയതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ മാർക്കറ്റ് വളരെയധികം നേരം കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. രാവിലത്തെ നല്ല മൂവ്മെൻറ്റുകളും പിന്നെ ഈ ഫൈനൽ മൂവ്മെൻറ്റുമാണ് പലരും ട്രേഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഏരിയ കൃത്യമായും വളരെ അധികം നേരം സ്ട്രോങ് ആയ കൺസോളിഡേഷനാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് അവസരങ്ങൾ. നിഫ്റ്റി വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് വെപ്രാളപ്പെടാതെ കൃത്യമായ സ്റ്റോപ്പ് ലോസോടുകൂടി ഒരു എൻട്രിക്ക് വേണ്ടി പരിശോധിച്ച ഏവർക്കും തന്നെ നല്ല ട്രേഡുകൾ 2-3 അവസരങ്ങൾ നന്നായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ പ്ലാൻ എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,345 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി നിഫ്റ്റിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉയരം ആദ്യത്തെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയും അതിന് താഴെ ഈ ലെവൽ വീണ്ടും മറ്റൊരു റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് മുകളിലോട്ടുള്ള ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ രേഖപ്പെടുത്തിയ അതേ ലെവലുകൾ തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതായിരുന്നെങ്കിൽ നിങ്ങളുടെ ചാർട്ടിലും ഉണ്ടാകാം എന്നാണ് കരുതുന്നത്. അപ്പോൾ
അഥവാ രേഖപ്പെടുത്താത്തവരുണ്ട്, താല്പര്യപ്പെടുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ലെവലുകൾ ഇവിടെ നോക്കിയാൽ കാണാൻ കിട്ടാവുന്നതാണ്. തീർച്ചയായും ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ തൊട്ട് താഴോട്ടുള്ള സപ്പോർട്ട് ലെവലുകളും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ കാണാൻ കിട്ടത്തക്ക രീതിയിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. 24,301, 252, 211, 118 എന്നിങ്ങനെയുള്ള ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ നൽകുന്ന ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ഈ ലെവലിന് മുകളിലോട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പോരുകയാണെങ്കിലും ഈ ലെവൽ എത്തുമ്പോൾ തന്നെ ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നാൽ പോലും വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ഒന്ന് താണ് കിട്ടുകയാണ് പ്രൈസ് എങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അത് തിരിച്ച് കയറും എന്ന് കാണിക്കുകയാണ് 1 മിനിറ്റ് 3 മിനിറ്റ് എങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ആദ്യം വന്നു പോകുമ്പോൾ ഈ ലെവൽ വരെയേ ഉള്ളൂ എങ്കിൽ പോലും പിന്നീട് ഇതിന് മുകളിലോട്ട് കടക്കുകയും ഈ ലെവലിന് മുകളിൽ, അതായത് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ കടന്ന് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. അവ 24,499, 545, 583, 635, 695 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, സപ്പോസ് ഇവിടെ വരെ വന്നതിന് ശേഷം ഒരു ഓപ്പണിംഗ് ഇവിടെയാണ് ലഭിക്കുന്നത് എന്ന് കൂട്ടിക്കോളൂ. ഇങ്ങനെ ലഭിച്ച് ഇവിടെ വരെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, ഈ ലെവലിൽ വന്നതിന് ശേഷം ഡിക്ലൈൻ ആണ് തരുന്നതെന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇതാണ് പ്രധാന റെസിസ്റ്റൻസ് ലെവലായി കാണുന്ന ഡേയ്സ് ഹൈ, അത് സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഡൗൺ വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിം വീണ്ടും സെല്ലിംഗ് പ്രഷർ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി ഞാൻ കണക്കാക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 24,301 എന്ന ലെവലിന് താഴെ ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 252, 211, 118, 24,039, 23,961, 23,892 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 50,560 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 51,080, 81 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഉയരമായ ലെവൽ 50,829 എന്ന ലെവലും ഞാനൊരു ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൈനർ റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ പിന്നീട് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ എന്ന രീതിക്കാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ഡിക്ലൈൻ കിട്ടുമ്പോൾ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 50,951, 51,081, 51,185, 308,
456 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 50,521 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,407, 285, 50,136, 49,979, 829, 656, 528 എന്നീ ലെവലുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായി സെൻസെക്സിൽ നമ്മുടെ ലെവലുകൾ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. 79,633 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഉയരമാണ് 80,111 എന്ന ലെവൽ ആണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് ലെവൽ. 80,107 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു മൈനർ റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. അതിന് തൊട്ട് താഴെ വീണ്ടും 79,970, ഇത് സാമാന്യം നല്ല റേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു ഉയരം ലഭിക്കുക എന്നുള്ളതാണ്. എങ്കിലും ഈ ലെവലിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിലെല്ലാം ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവരെ രേഖപ്പെടുത്തി കാണുന്നവ. 80,276, 389, 521, 630, 756, 80,905 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് കാണാം എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് ഈ ലെവലിന് താഴെയെല്ലാം ഒരു ക്ലോസിംഗ് 15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അത് ഇന്നത്തെ ലോയാണ് ആദ്യം ലഭിക്കേണ്ടത്. അത് 79,226 എന്ന ലെവലാണ് ഓൾമോസ്റ്റ്. അതിന് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്ന പക്ഷം വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 79,071, 78,887, 760, 624, 491 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നത്. നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇത്തരത്തിലാണ് ഉള്ളത്. ഇത് ഞാൻ വ്യക്തിപരമായ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ തന്നെയാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. നിങ്ങൾക്കും താല്പര്യമെങ്കിൽ ഉപയോഗിക്കാം. റിസ്ക് നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്ഥിരമായി കാണുന്നവരും ലൈക്കുകൾ രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും ലിങ്കിൽ കൂടി നമ്മുടെ ടെലഗ്രാം ചാനൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നമ്മുടെ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ല ഒരു ദിവസം, നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.